എല്ലാ പ്രേക്ഷകർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. റിലീസ് ദിനത്തേക്കാൾ കളക്ഷനുമായി 5-ാം ദിനവും 6-ാം ദിനവും പ്രേക്ഷക പ്രീതിയിലേക്ക് ചന്തുവിന്റെ രണ്ടാം വരവ് ഗംഭീരമാകുകയാണ്. പറഞ്ഞു വരുന്നത് റീ റിലീസ് ട്രെൻഡിങ്ങിൽ മലയാളത്തിലെ ഏറ്റവും ഒടുവിൽ എത്തിയ ചിത്രമാണ് മമ്മൂക്ക നായകനായെത്തിയ ഹരിഹരൻ സംവിധാനം ചെയ്ത ഒരു വടക്കം വീരഗാഥ. MTയുടെ തിരക്കഥയിൽ 1989 ആദ്യം റിലീസ് ചെയ്യപ്പെട്ട വടക്കം വീരഗാഥ മലയാളത്തിലെ എക്കാലത്തെ മികച്ച ക്ലാസ് ചരിത്ര സിനിമയെന്ന് വിശേഷിക്കപ്പെടുന്ന ചിത്രമാണ്. കലാപരമായി ഏറെ മുന്നിട്ട് നിൽക്കുന്ന ചിത്രം നിർമ്മിച്ച ഗൃഹലക്ഷ്മി പ്രൊഡക്ഷന് വലിയ ലാഭം നേടിക്കൊടുത്ത ചിത്രം കൂടിയായിരുന്നു. മമ്മൂട്ടിക്കും MTക്കും ദേശീയ സംസ്ഥാന അവാർഡുകൾ ഉൾപ്പെടെ എണ്ണമറ്റ പുരസ്കാരങ്ങൾ നേടിക്കൊടുത്ത ചിത്രത്തിന്റെ റീ റിലീസ് ഈ കഴിഞ്ഞുപോയ ഫെബ്രുവരി 7-നായിരുന്നു. ഇപ്പോഴത്തെ ചിത്രത്തിന്റെ ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് കണക്കുകൾ പുറത്തു വന്നിരിക്കുകയാണ്. ഒരു മമ്മൂട്ടി സിനിമ തിയേറ്ററുകളിലേക്ക് എത്തുമ്പോൾ പല രീതിയിൽ ആ ചിത്രത്തെ തകർക്കാൻ വേണ്ടി അദ്ദേഹത്തിന്റെ വിമർശകർ ശ്രമിക്കാറുണ്ട്. അതിനേക്ക് എപ്പോഴും അതിജീവിച്ചുകൊണ്ട് തന്നെയാണ് മമ്മൂട്ടി ചിത്രങ്ങൾ തിയേറ്ററിൽ ഓടാറുള്ളത്. കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പ്രേക്ഷക സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഉടൻ തന്നെ 35,000 സബ്സ്ക്രൈബേഴ്സ് തികയുന്നതായിരിക്കും. എല്ലാവരുടെയും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. മലയാള സിനിമാ പ്രേമികൾ റീമാസ്റ്റർ ചെയ്ത് ബിഗ് സ്ക്രീനിൽ വീണ്ടും കാണാൻ സിനിമാ പ്രേമികൾ ഏറ്റവും ആഗ്രഹിച്ചിരുന്ന മലയാള ചിത്രങ്ങളിൽ ഒന്നായിരുന്നു ഒരു വടക്കം വീരഗാഥ. ഈ ചിത്രത്തിന്റെ റീ റിലീസിന് മുമ്പായുള്ള പ്രൊമോഷന് മമ്മൂട്ടിയും പ്രാധാന്യം നൽകിയിരുന്നു. എന്നാൽ റിലീസ് ചെയ്ത ആദ്യ ദിവസം, അതായത് റീ റിലീസ് ചെയ്ത ആദ്യ ദിവസം ഒരു തണുപ്പൻ മട്ടിലുള്ള ബുക്കിംഗ് ആണ് നമുക്ക് ബോക്സ് ഓഫീസിൽ കാണാൻ സാധിച്ചത്. എന്നാൽ രണ്ടാം ദിവസം കഴിഞ്ഞപ്പോൾ മൗത്ത് പബ്ലിസിറ്റി കൊണ്ട് തുടർന്നുള്ള ഓരോ ദിനങ്ങളിലും ചിത്രത്തിന്റെ കളക്ഷൻ കൂടുന്ന കാഴ്ചയാണ് നമ്മൾ പിന്നീട് കണ്ടത്. ചിത്രം കണ്ടവരും സോഷ്യൽ മീഡിയയിലൂടെ അനുഭവം പങ്കുവെച്ചുകൊണ്ട് എത്തുന്നുണ്ടായിരുന്നു. ചിത്രം റിലീസ് ചെയ്യപ്പെടാത്ത ചില പ്രധാന സെന്ററുകളിലേക്കും ചിത്രം എത്തുകയുണ്ടായിരുന്നു. ഇത് ചിത്രത്തിന്റെ ബോക്സ് ഓഫീസ് വർധനവയ്ക്കും കാരണമായിരുന്നു. റിലീസ് ദിനത്തിൽ കേരളത്തിൽ നിന്ന് 9 ലക്ഷം മാത്രം നേടിയ ചിത്രം രണ്ടാം ദിനം 14 ലക്ഷം രൂപയും 3-ാം ദിനം 18 ലക്ഷം രൂപയും നേടി. 3-ാം ദിനം ഞായറാഴ്ച ഇതുവരെയുള്ള ഏറ്റവും മികച്ച കളക്ഷനാണ് ചിത്രം നേടിയത്. തിങ്കളാഴ്ച 8 ലക്ഷം രൂപയും ചൊവ്വാഴ്ച 10 ലക്ഷം രൂപയും ചിത്രം നേടി. അങ്ങനെ 5 ദിനങ്ങൾ പിന്നിടുമ്പോൾ കേരളത്തിൽ നിന്ന് മാത്രം 59-60 ലക്ഷം റേഞ്ചിലാണ് ചിത്രം സ്വന്തമാക്കിയിരുന്നത്. അതേസമയം കേരളത്തിന് പുറത്ത് മികച്ച റിലീസാണ് ചിത്രത്തിന് ലഭിച്ചത്. ചെന്നൈ, കോയമ്പത്തൂർ, ഹൈദരാബാദ്, മുംബൈ, പൂനെ, ദില്ലി, അഹമ്മദാബാദ്, കൊൽക്കത്ത, ഭുവനേശ്വർ, ബാംഗ്ലൂർ, മൈസൂർ എന്നിവിടങ്ങളിലൊക്കെ ചിത്രത്തിന് റിലീസ് ഉണ്ടായിരുന്നു. ഇന്ത്യക്ക് പുറത്ത് UAE, ഒമാൻ, ഖത്തർ, ബഹ്റൈൻ തുടങ്ങിയ സ്ഥലങ്ങളിലും ചിത്രത്തിന്റെ റിലീസ് ഉണ്ടായിരുന്നു. ഇനി ഈ വീഡിയോയിലൂടെ ഞാൻ പറഞ്ഞ കളക്ഷൻ അപ്ഡേറ്റുകൾ തള്ളാണെന്നൊക്കെ പറഞ്ഞ് ഒരുപാട് കമന്റുകൾ താഴെ വരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു ക്ലിപ്പ് ഇവിടെ വെക്കുകയാണ്. നമ്മുടെ പ്രേക്ഷകർക്ക് സ്ക്രീനിൽ കാണാൻ സാധിക്കുന്നുണ്ടാകും. ഇത് അല്പസമയം മുമ്പ് ഏഷ്യനെറ്റ് ന്യൂസിന്റെ വെബ്സൈറ്റിലൂടെ പുറത്തുവിട്ട വാർത്തയാണ്. ആ ഒരു ക്ലിപ്പാണ് നമ്മുടെ പ്രേക്ഷകർ ഇപ്പോൾ സ്ക്രീനിൽ കാണുന്നത്. ഇന്നലത്തെ നമ്മുടെ വീഡിയോയിലൂടെ നമ്മുടെ പ്രേക്ഷകരെ അറിയിച്ചപ്പോൾ, അതായത് വടക്കം വീരഗാഥ എന്ന സിനിമയുടെ ബഡ്ജറ്റ് 1 കോടിയാണ്. ആ 1 കോടിയുടെ 7 ഇരട്ടി ചിത്രം ബോക്സ് ഓഫീസിലൂടെ നേടിയെന്ന് അതിന് താഴെയും കുറെ വിമർശനങ്ങൾ നമ്മൾ കണ്ടിരുന്നു. ചിത്രത്തിന്റെ നിർമ്മാണ കമ്പനിയായ ഗൃഹലക്ഷ്മി പ്രൊഡക്ഷന് വൻ ലാഭം നേടിക്കൊടുത്ത ചിത്രമെന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞത്, ആ ഒരു വിമർശകർ പറഞ്ഞത് വൻ നഷ്ടം നേടിക്കൊടുത്ത ചിത്രമെന്നായിരുന്നു. ഇവിടെ ഏഷ്യനെറ്റ് ന്യൂസ് ഇന്ന് പുറത്തുവിട്ട ആ ഒരു അപ്ഡേറ്റിലും ഗൃഹലക്ഷ്മി പ്രൊഡക്ഷന് ഏറ്റവും ലാഭം നേടിക്കൊടുത്ത ചിത്രങ്ങളിലൊന്നാണ് ഒരു വടക്കം വീരഗാഥ എന്ന് വ്യക്തമായി ഇവിടെ പറയുന്നുണ്ട്. ആ ഒരു ക്ലിപ്പും നമ്മുടെ പ്രേക്ഷകരിൽ ഇപ്പോൾ സ്ക്രീനിൽ കാണാൻ സാധിക്കുന്നുണ്ടാകും. ഒരു വടക്കം വീരഗാഥ എന്ന സിനിമയോട് നെഗറ്റീവ് അപ്ഡേറ്റുകൾ നൽകിക്കൊണ്ട് എപ്പോഴും വിമർശനം മാത്രം ഉന്നയിച്ചുകൊണ്ട് എത്തുന്ന പ്രേക്ഷകരോട്, അല്ലെങ്കിൽ ആ ഒരു വിഭാഗത്തോട് നമ്മുടെ പ്രേക്ഷകർക്ക്, അതായത് സത്യസന്ധമായി വിലയിരുത്തുന്ന പ്രേക്ഷകർക്ക് എന്താണ് പറയാൻ സാധിക്കുന്നത് എന്ന് താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്. ഈ ഒരു അപ്ഡേറ്റ് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്. ഫേസ്ബുക്ക് പേജിലൂടെയാണ് ഈ ഒരു വീഡിയോ കാണുന്നതെങ്കിൽ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക. അടുത്തൊരു അപ്ഡേറ്റുമായി നമുക്ക് വീണ്ടും കാണാം.